ഹായ് ഫ്രണ്ട്സ്, FMCG സെഗ്മെൻറ്റിലുള്ള വളർന്നു വരുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ സ്റ്റോക്ക് ഒരിക്കലും സെല് ചെയ്യാനോ അല്ലെങ്കിൽ ബൈ ചെയ്യാനോ ഉള്ള ഒരു റെക്കമെൻഡേഷനായിട്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ പാടില്ല. ഇനിയും ആഴത്തിൽ ഈ സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ഈ സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കാൻ സമയം കണ്ടെത്തുക. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിവിടെ പരാമർശിക്കുന്ന ഈ ഒരു സ്റ്റോക്ക് 1980കളിൽ രൂപം കൊണ്ട ഒരു കമ്പനിയാണ്. ശിവരത്തൻ അഗർവാൾ എന്ന ഒരു ആണ് ഈ ഒരു കമ്പനി ഫോം ചെയ്തത്. ഈ സ്റ്റോക്ക് 1986 അദ്ദേഹം ശിവദീപ് പ്രൊഡക്ട്സ് എന്ന പേരിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ശിവദീപ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ശിവരത്തൻ അഗർവാളിൻ്റെ ശിവയും അതുപോലെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ദീപകിൻ്റെ ദീപ് ചേർത്താണ് ഈ കമ്പനിയുടെ പേര് ശിവദീപ് എന്ന് അദ്ദേഹം നാമകരണം ചെയ്തത്. പിന്നീട് അത് ശിവദീപ് ഫുഡ് പ്രോഡക്ട്സ് അതുപോലെ ശിവദീപ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നിങ്ങനെ പല വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാവുകയും 2006 ബിക്കാജി ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ശിവദീപ് ഫുഡ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതുപോലെ ബിക്കാജി മാർക്കറ്റിംഗ് ലിമിറ്റഡ്, ദിബൂസ് ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ 4 ഗ്രൂപ്പ് കമ്പനികളുമായി ഇത് സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ബിസിനസ് എൻറ്റിറ്റി ഇവർക്ക് രൂപം കൊടുക്കുകയുണ്ടായി. 2011 ഷെയർ ഹോൾഡർമാരുടെ ഒരു പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ പേര് ശിവദീപ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നതിൽ നിന്നും മാറ്റിയിട്ട് ബിക്കാജി ഫുഡ്സ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന് തിരുത്തുകയും 2011 ഒക്ടോബറിൽ ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് നിലവിൽ വരികയും ചെയ്തു. 2022 850 കോടിയുടെ ഒരു IPOയുമായിട്ട് ഈ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ സ്നാക്സ് ആൻഡ് സ്വീറ്റ്സ് വിൽക്കുന്ന ഇൻ്റർനാഷണലി പ്രസൻസ് ഉള്ള 3ാമത്തെ വലിയ കമ്പനിയാണ് ബിക്കാജി ഇൻ്റർനാഷണൽ ലിമിറ്റഡ്. കൂടാതെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് എത്നിക് സ്നാക്സ്, പരമ്പരാഗത രീതിയിൽ സ്നാക്സുകൾ നിർമ്മിക്കുന്ന കമ്പനികളുടെ ആ ഒരു സംഘടിതമായിട്ടുള്ള സ്നാക്സിൻ്റെ ആ ഒരു മാർക്കറ്റിൽ അതിവേഗം വളരുന്ന 2ാമത്തെ കമ്പനിയാണ് ബിക്കാജി ഇൻ്റർനാഷണൽ. അപ്പോൾ ഇവരുടെ ആ ഒരു പ്രൊഡക്റ്റ് റേഞ്ചിൽ 33% വരുന്നത് ഭുജിയ ആണ്, അതുപോലെ 36% നംകീനാണ്, അതുപോലെ 12% പാക്കേജ്ഡ് സ്വീറ്റ്സ് ആണ്, അതുപോലെ 6% പപ്പടാണ്, അതുപോലെ വെസ്റ്റേൺ സ്നാക്സ്, മറ്റ് സ്നാക്സുകൾ ഒക്കെ കൂടി 8%. ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ സ്നാക്സിൻ്റെ ഒരു മേഖലയിൽ നമുക്ക് ഇവരുടെ ആ ഒരു പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ നമുക്ക് കാണാൻ പറ്റും. FY23 ബെക്കാജി ബ്രാൻഡിൻ്റെ കീഴിൽ ഏകദേശം 300-ലധികം പ്രൊഡക്റ്റുകളുടെ ഒരു ബാസ്ക്കറ്റ് നമുക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ റവന്യൂ സ്പ്ലിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ എത്നിക് സ്നാക്സിൽ നിന്ന് തന്നെയാണ്. പാക്കേജ്ഡ് സ്വീറ്റ്സിൽ നിന്ന് 15%, പപ്പടിൽ നിന്ന് 5%, വെസ്റ്റേൺ സ്നാക്സിൽ നിന്ന് 8%, മറ്റ് സ്നാക്കുകളിൽ നിന്ന് 4%മാണ് ഇവരുടെ ആ ഒരു റവന്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 11-ലധികം ഓപ്പറേഷണലായിട്ടുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉണ്ട്. പ്രധാനമായിട്ടുള്ളത് രാജസ്ഥാനിലെ ബക്കാനീറിലുള്ള ഫെസിലിറ്റിയാണ്. കൂടാതെ അസ്സാമിലെ ഗോഹട്ടിയിലുണ്ട്, ബീഹാറിലെ മുസാഫർപൂറിലുണ്ട്, കർണാടകയിൽ തുംകൂറിലുണ്ട്. ഇത് കൂടാതെ ഇവർക്ക് പല വിധത്തിലുള്ള കോൺട്രാക്ട് മാനുഫാക്ചറിങ് അഗ്രിമെൻറ്റുകളും പല വിധത്തിലുള്ള ലോക്കലായിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് കമ്പനികളുമായിട്ടുണ്ട്. 2023 ഇവരുടെ വിപുലീകരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മുസാഫർപൂറിലും കാൺപൂരിലും ബക്കാനീറിലും പുതിയതായിട്ടുള്ള 3 പ്ലാന്റുകൾ ഇവർ സ്ഥാപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഗവൺമെൻറ് PLI സബ്സിഡി സ്കീമിൽ ഉൾപ്പെട്ട ഒരു കമ്പനി കൂടിയാണ് ബെക്കാജി ഇൻ്റർനാഷണൽ. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൽ നിന്നുള്ള നല്ല തോതിലുള്ള ഫണ്ടിങ്ങും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട മാർക്കറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാൻ, അസ്സാം, ബീഹാർ എന്നിവിടങ്ങളിലാണ്. ഇത് കൂടാതെ ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഡൽഹി പോലെയുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലും അതുപോലെ കർണാടക, തെലങ്കാന പോലെയുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലും നമുക്ക് ഈ ബിക്കാജി ഇൻ്റർനാഷണലിൻ്റെ പ്രസൻസ് കാണാൻ കഴിയും. അതുകൂടാതെ ഈ കമ്പനിക്ക് 25ഓളം കൺട്രികളിൽ ഇവരുടെ ഈ സ്നാക്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു FY24 മാത്രം 23,000 പുതിയ ഔട്ട്ലെറ്റുകൾ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. കൂടാതെ ഇവർ UAE പോലെയുള്ള രാജ്യങ്ങളിൽ പുതുതായിട്ട് അവരുടെ എക്സ്പോർട്ട് വർദ്ധിപ്പിച്ചതായിട്ടും കാണാൻ കഴിയും. കമ്പനിയുടെ ചില ഫണ്ടമെൻ്റൽസ് നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 20,000 കോടി എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു മിഡ് ക്യാപ് സെഗ്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയും. കറണ്ട് പ്രൈസ് 804 രൂപയാണ്. ഇതിൻ്റെ ഹൈ 1008 വരെ പോയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് ഏകദേശം 20% ഒരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ PE റേഷ്യോ ഇപ്പോൾ 67.6 ഇൻഡസ്ട്രി PE 32 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻഡസ്ട്രി PEയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആയിട്ട് നമുക്ക് തോന്നാമെങ്കിലും ഇതിൻ്റെ മീഡിയൻ PE
75 ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 3 വർഷത്തെ ഒരു മീഡിയൻ പി നോക്കുമ്പോൾ ആ ഒരു 75 എന്ന ലെവലിലാണ് ഇതിൻ്റെ ആ ഒരു പി ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ 67ലേക്ക് വന്നിട്ടുള്ളത്. എങ്കിലും പ്രൈസ് ടു ബുക്ക് വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഇത് ഇപ്പോൾ ഓവർ വാല്യൂഡ് ആണ്. 15 എന്നുള്ള ഒരു പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ PEG റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഇത് 1.71 എന്ന ഒരു നമ്പേഴ്സാണ് കാണുന്നത്. അതും ഒരു ഓവർ വാല്യൂഡ് പൊസിഷനിലാണ്. പക്ഷേ ഈ സ്റ്റോക്കിൻ്റെ ആ ഒരു ഗ്രോത്ത് പ്രോസ്പെക്ട്സ് വെച്ച് നോക്കുമ്പോൾ കമ്പനി ഓവർ വാല്യൂഡ് ആയിട്ട് നമുക്കത് കാണാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ ROC നോക്കുക 29.6 ROE 24.7 അതുപോലെ ഇതിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 7% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 12% ഹോൾഡിങ്ങും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഈ കമ്പനിയിൽ വലിയ തോതിൽ ഡെറ്റൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.13% മാത്രമാണ്. ഇതിൻ്റെ ആ ഒരു സെയിൽസിൻ്റെ ആ ഒരു CAGR ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ 21% ഇയർലി CAGR ഗ്രോത്ത് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്തും 44% ഒരു വമ്പിച്ച CAGR ഗ്രോത്തും നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ ഇത് വളരെയധികം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 19%, ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 17%-ൻ്റെയും നല്ല ഒരു റിസൾട്ടാണ് ഇത് കാഴ്ചവെച്ചത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും 19% പ്രോഫിറ്റും അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസ് 27% ഒരു സെയിൽസ് വർധനവും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള അതിൻ്റെ ആനുവൽ റിപ്പോർട്ടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2006 മുതൽ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ സെയിൽസ് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് കാണാം. അപ്പോൾ ആ ഒരു ഗ്രോത്ത് ഇവർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് യാതൊരുവിധ ഡിപ്പും ഇല്ലാതെ അത് മുന്നോട്ട് പോകുന്നത് കാണാം. ഇതേപോലെ തന്നെ ആനുപാതികമായിട്ട് അതിൻ്റെ പ്രോഫിറ്റും വളർന്നുകൊണ്ടേയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ കോൺകോളിൽ പറയുന്നത് ഇവരുടെ കപ്പാസിറ്റി എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കറണ്ട് കപ്പാസിറ്റി ഇവരുടെ കയ്യിലുള്ളത് 2 to 3 ഇയേഴ്സ് അതിൻ്റെ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റി ഇവർക്കുണ്ട്. എന്നാൽ ഇവർ 2026 ലക്ഷ്യം വെക്കുന്നത് 3,50,000 ഔട്ട്ലെറ്റുകളാണ്. നിലവിൽ അത് 2,78,000 എന്ന ലെവലിലാണ്. അവിടെ നിന്ന് 26 വലിയൊരു എക്സ്പാൻഷനാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രൈസ് ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 714 എന്നുള്ള ഒരു ശക്തമായൊരു സപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് 895 എന്ന ലെവലിലും കാണാം. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 895 എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മൂവ് ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അപ്പോൾ അഗ്രസീവായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളിലൂടെ പ്രത്യേകിച്ച് അമിതാഭ് ബച്ചനെ പോലെയുള്ള ബ്രാൻഡ് അംബാസഡറുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായ മാർക്കറ്റിംഗ് ആണ് വരുന്നത്. കൂടാതെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിനും ഇവർ നടത്തുന്നുണ്ട്. കൂടാതെ കൂടുതൽ ഇന്ത്യൻ റീജിയനുകളിലേക്ക് ഇവർ ഫോക്കസ് ചെയ്തുകൊണ്ട് ചില സ്റ്റേറ്റുകൾ പിക്ക് ചെയ്തുകൊണ്ട് അവിടെ ഇവരുടെ അഗ്രസീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ നല്ല തോതിൽ വളർച്ച കാണിക്കുന്ന അതുകൂടാതെ ഇവരുടെ ആ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റിലുണ്ടാകുന്ന വർധനവ് പ്രത്യേകിച്ച് ഇൻഫ്ലേഷനൊക്കെ ബന്ധപ്പെട്ട് റോ മെറ്റീരിയൽ പ്രൈസിലൊക്കെ ഉണ്ടാകുന്ന വർധനവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശക്തമായ കോസ്റ്റ് മാനേജ്മെൻറ്റുകളിലൂടെ ഇതിൻ്റെ പ്രൈസിനെ മാനേജ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിങ് പവർ ശക്തമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ബജാജ് ഇൻ്റർനാഷണൽ തീർച്ചയായിട്ടും വളർച്ച സാധ്യതകൾ കാണിക്കുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് ഒരിക്കലും ഇവിടെ ഒരു ബൈങ് റെക്കമെൻഡേഷൻ ആയിട്ടല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കാം. ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.